ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡുറൻഡ് കപ്പ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഡുറൻഡ് കപ്പ് മത്സരങ്ങൾ എന്നാണ് എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഡുറൻഡ് കപ്പ് തുടങ്ങാൻ ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല. ജൂലൈ 27 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മത്സരം ജൂലൈ 27 അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നേരത്തെ പുറത്തുവിട്ടതാണ്. അപ്പോൾ എല്ലാവരും അറിയണ്ടാവും. എന്തായാലും ഇപ്പോൾ ഫിക്ചേഴ്സും കാര്യങ്ങളും ഡുറൻഡ് കപ്പിൻ്റെ എല്ലാ മത്സരങ്ങളുടെയും ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളുടെ ഫിക്ചേഴ്സും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ കളി എന്നാണെന്നതൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നേരത്തെ വന്നതാണ് CISF പ്രൊട്ടക്ടേഴ്സ് ഫുട്ബോൾ ടീമും അതുപോലെ ബ്ലാസ്റ്റേഴ്സും, പിന്നെ ഒപ്പം IS ക്ലബ്ബായ മുംബൈ സിറ്റിയും അതുപോലെ പഞ്ചാബ് FC ആണ് നമ്മുടെ ടീമിലുള്ളത്. അപ്പോൾ നമ്മുടെ മത്സരം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഗ്രൂപ്പിലെ ടീമുകളുടെ ആദ്യ മത്സരം തുടങ്ങുന്നത് ജൂലൈ 30 7 മണിക്ക് പഞ്ചാബ് FCയുടെ കളിയാണ്. ഫസ്റ്റ് പഞ്ചാബും പ്രൊട്ടക്ടേഴ്സ് FC. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി വരുന്നത് പിറ്റേ ദിവസമാണ്. ഓഗസ്റ്റ് 1 ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. മുംബൈ സിറ്റിയാണ് ആദ്യ മത്സരത്തിൻ്റെ എതിരാളികളായിട്ട് വരുന്നത്. 7 മണിക്കാണ് മത്സരം. അപ്പോൾ ആദ്യ മത്സരം മുംബൈക്കെതിരെയാണ്. പിന്നെ അതിനുശേഷം 2 ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും അടുത്ത മത്സരം വരുന്നത് ഓഗസ്റ്റ് 4 4 മണിക്കാണ്. വൈകിട്ട് 4 മണിക്ക് പഞ്ചാബ് FC ആണ് രണ്ടാം മത്സരത്തിൽ എതിരാളികളായിട്ട് വരുന്നത്. പിന്നെ ഓഗസ്റ്റ് 10 അത് 7 മണിക്ക് പ്രൊട്ടക്ടേഴ്സ് FCക്കെതിരെയാണ് ആ മത്സരം വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 3 മത്സരങ്ങളുടെ ഡേറ്റും കാര്യങ്ങളും ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഫിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാ മത്സരങ്ങളുടെയും വന്ന് അപ്പോൾ ഇനി റെഡി ആവുക. എന്തായാലും ഇത്തവണ ആ ഡുറൻഡ് കപ്പ് ലക്ഷ്യം വിട്ട് തന്നെ ഇറങ്ങണം എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എങ്ങനെയായാലും നമ്മൾ നേരത്തെ ഇപ്പോൾ പ്രീ സീസണൊക്കെ തുടങ്ങി ഫസ്റ്റ് മാച്ചൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കോച്ചും എല്ലാ പ്ലേയേഴ്സും എത്തിയിട്ടുണ്ട്. കുറച്ച് ഫോറിൻ സൈനിങ്ങോ 2 സൈനിങ്ങോ ഒക്കെ വരാനുള്ള സാധ്യതകളൊന്നും എന്തായാലും ബാക്കിയൊക്കെ നമ്മളിപ്പോൾ നിലവിൽ സെറ്റാണ്. എങ്ങനെയായാലും നമ്മുടെ ഡയറക്ടർ നിഖിലൊക്കെ പറഞ്ഞത് ഇത്തവണ കപ്പടിക്കാൻ വേണ്ടി തന്നെ കളിക്കുമെന്നാണ്. എല്ലാവർക്കും ഒരു ISL ഇനി കിരീടമില്ലാത്ത ടീമുകളിൽ ആകെ 1-2 ടീമൊക്കെ ഉള്ളൂ. ആദ്യം തന്നെ ISL ടീമുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഡുറൻഡ് കപ്പെങ്കിലും അതിലെങ്കിലും ഒന്ന് കിരീടം നേടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ടീം പരിശ്രമിക്കും. പുതിയ കോച്ചിൻ്റെ കയ്യിൽ നല്ലൊരു തുടക്കം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.